ഡു വാട്ട് എവർ ഹീ ടെൽസ് യു. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. സെയിൻറ്റ് തോമസ് പ്രയർ ഗ്രൂപ്പ് പ്രൗഡ്ലി പ്രസൻസ് ദ മിറക്കിൾ അറ്റ് കേന. Come along, we'll take you all to a wedding feast. It is happening at Cana in Galilee. In the Jewish context, weddings are very elaborate celebrations lasting for days, where there is superabundance of food, wine and merriment. And it is a matter of pride and prestige for the host family in the presence of many invited guests. നമുക്കുമുണ്ട് ഒരു ഇവന്റ് മാനേജർ, അന്നാസ്. അദ്ദേഹം തന്നെ പറയട്ടെ വിശേഷങ്ങൾ. ഞാനാണ് അന്നാസ്. വലിയ കല്യാണമാണ്. നാട് മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ട്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടി. പല വിശ്വാസികളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. സെന്റ് ഓൾഫാൻസ് ഇടവയിലെ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. വെൽക്കം. സുഭിക്ഷമായ ഭക്ഷണവും സമൃദ്ധമായ വീഞ്ഞും. നോക്കൂ, പാചകക്കാരെല്ലാം എത്തിക്കഴിഞ്ഞു. വീട്ടുകാരെല്ലാം വലിയ തിരക്കിലാണ്. എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെ. സൽക്കാര പന്തലിലേക്ക് നിന്റെ ഒരു കണ്ണ് വേണം. ഒന്നിനും ഒരു കുറവ് വരരുത്. വീഞ്ഞിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചില പ്രശ്നക്കാരൊക്കെ കയറാനിടയുണ്ട്. എന്താ മേരി വല്ലാണ്ടിരിക്കുന്നത്? നീ ആരെയാ അന്വേഷിക്കുന്നത്? എൻ്റെ മകനും അവൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടി കല്യാണത്തിന് വരുമെന്ന് പറഞ്ഞിരുന്നു. അവരെ ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. അവരിങ്ങി എത്തും. ഈ കല്യാണത്തിന് കാനയിലുള്ള ആരെങ്കിലും വരാതിരിക്കുമോ? എൻ്റെ ദൈവമേ, അധികം വൈകാതെ അവരിങ്ങ് എത്തിയാൽ മതിയായിരുന്നു. അന്നാസേ, ഗായ്സ് എത്താറായോ? ദാ അവരെത്തിക്കഴിഞ്ഞു. അല്ല, ഈ ചെലവയായിട്ട് നീ എങ്ങോട്ടാ? ഇത് ചെരവയല്ല, കിന്നരമാണ്. ഇതാരാ? മനസ്സിലായില്ലല്ലോ. ജെസിക്ക് മനസ്സിലായില്ലേ? ഇതാണ് മേരിയുടെ മകൻ യേശു. ഷലോം ഷലോം. എന്നെ അറിയില്ലേ? ഈ വീടിൻ്റെ പണി നടക്കുമ്പോൾ അപ്പൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. ഇവരെല്ലാം എൻ്റെ ശിഷ്യന്മാരാണ്. ഓ, ഔസേപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൊച്ചു പയ്യൻ എത്ര വലുതായി, സുന്ദരനായിരിക്കുന്നു. അകത്തേക്ക് ചെല്ല്. നിന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു. ആ, ഡാൻസുകാർ എത്തിക്കഴിഞ്ഞല്ലോ. ഇനി സംഗീതവും നൃത്തവും ഒരുമിച്ച് നടക്കട്ടെ.
ഞങ്ങൾ ക്ഷീണിച്ചു. ഇനി എന്തെങ്കിലും കുടിച്ചിട്ട് വേണം. വന്നാട്ടെ വന്നാട്ടെ, നമുക്കിനി അല്പം വീഞ്ഞു കുടിച്ച് ക്ഷീണം തീർക്കാം. മോനെ, ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താണമ്മേ? അമ്മയ്ക്ക് എന്തു എന്നോട് പറയാമല്ലോ. ഇവിടെ ഒരു വലിയ കുറവുണ്ട്. കലവറയിലെ വീഞ്ഞ് തീർന്നുപോയി. ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ ഈ വീട്ടുകാർ അപമാനിതരാകുമല്ലോ മോനെ. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. മേരി, ഒന്ന് വേഗം അകത്തേക്ക് വരാമോ? ഗൃഹനാഥനും വീട്ടുകാരുമെല്ലാം വലിയ സങ്കടത്തിലാണ്. നിനക്കേ അവരെ സമാധാനിപ്പിക്കാൻ പറ്റൂ. വീഞ്ഞ് തീർന്നാണ് എല്ലാറ്റിനും കാരണം. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. എല്ലാറ്റിനും പരിഹാരമായവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മേരി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യേശു, നിന്റെ അമ്മ പറയുന്നത് കേട്ടില്ലേ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ കാണുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. ജോനാസേ, തോബിയാസേ, എല്ലാവരും വന്നേ. യേശു പറഞ്ഞ പോലെ നമുക്ക് ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കാം. എന്തിനാണാവോ? മേരി പറഞ്ഞത് ഇവൻ പറഞ്ഞ പോലെ ചെയ്യാനാണ്. ഇതാ എല്ലാം നിറച്ചിരിക്കുന്നു. അത് പകർന്ന് കലവറക്കാരന് കൊടുക്കുവിൻ. എല്ലാവരും മേത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾ ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. എന്താണ് ഈ പറയണത്? ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്നോ? അതിനുത്തരം ഞാൻ പറയാം. കലവറയിൽ വീഞ്ഞില്ലെന്ന വിവരം മേരി അവളുടെ മകനോട് പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ കൽഭരണികളിൽ വെള്ളം നിറച്ചു. ഇതെന്തിനു വേണ്ടിയാണെന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ കൽഭരണിയിലെ വെള്ളം പെട്ടെന്ന് വീഞ്ഞായി മാറിയത്. പകർന്ന് കലവറക്കാരന് കൊടുക്കാൻ യേശു പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഓഹോ, എന്തൊരു അത്ഭുതം! എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആ വീഞ്ഞ് എനിക്കും ഒന്ന് രുചിക്കണം. അമ്മ മേരി പറഞ്ഞതനുസരിച്ച് പുത്രൻ യേശു ഈ കല്യാണ വീട്ടിലെ കുറവ് നികത്തിയിരിക്കുന്നു. മേരി, നിന്റെ മകൻ യേശു വലിയൊരു അപമാനത്തിൽ നിന്ന് ഈ കുടുംബത്തെ രക്ഷിച്ചിരിക്കുന്നു. അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഇനി ഞങ്ങളെല്ലാവരും വിശ്വസിക്കും. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം തിരിനീരാ. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം തിരിനീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണനാളിൽ കൽഭരണി